ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറാണ്, CWS. അപ്പോൾ ഇംഗ്ലണ്ടിലെ കോർപ്പറേഷൻ്റെ ചരിത്രത്തിലെ മറ്റൊരു മൈൽ സ്റ്റോൺ ആണ് ഇത്, ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റ് ഇംഗ്ലണ്ടിലെ നമുക്കറിയാം, കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റിൻ്റെ ഹോംലാൻഡ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റ് ഇംഗ്ലണ്ടിൽ വളരെയധികം പോപ്പുലർ ആയിരുന്നു, അതേപോലെ തന്നെ വളരെയധികം പ്രോസ്പെറസും കൂടെ ആയിരുന്നു ഈ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് വോളിയം ഓഫ് ട്രേഡ് ധാരാളമായിട്ട് ഇൻക്രീസ് ചെയ്തു. പക്ഷേ കച്ചവടം വർദ്ധിച്ചെങ്കിലും കൂടെ ഇപ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റോറിന് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് അവരെ സാധാരണ പർച്ചേസ് ചെയ്തിരുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോൾസെയിലേഴ്സിൽ നിന്നും പ്രൊഡ്യൂസേഴ്സിൽ നിന്നും മാനുഫാക്ചറേഴ്സിൽ നിന്നൊക്കെയാണ് അവരെ വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ഡിഫിക്കൽട്ടീസൊക്കെ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ കച്ചവടം ട്രേഡ് ധാരാളമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ഈ ഇൻഡിവിജ്വൽ സ്റ്റോറിൻ്റെ പ്രോഫിറ്റ് അത് ഈ ഒരു പ്രൈവറ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഏത് റേറ്റിനാണോ അവർക്ക് ഈ കമ്മോഡിറ്റീസ് അവൈലബിൾ ആയിരുന്നത് ആ റേറ്റിന്, അപ്പോൾ പബ്ലിക് ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ആ ഒരു റേറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഇൻഡിവിജ്വൽ സ്റ്റോറുകളുടെ ലാഭം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഈ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ധാരാളം കോപ്പറേറ്റീവ് സ്റ്റോറുകൾ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ പ്രൈമറി സ്റ്റോറും അവരുടെ ഏജൻറ്റിനെ ഈ ഒരു മാർക്കറ്റിലേക്ക് അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരേ സമയത്ത് തന്നെ അവരുടെ ഡിഫറെൻ്റ് പ്രൈമറി സ്റ്റോറുകളുടെ ഏജൻറ്റ് ഈ ഒരു പ്രൈവറ്റ് ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് എത്തുകയും ദെൻ അവർ പരസ്പരം ഗുഡ്സിന് വേണ്ടിയിട്ട് അവർ കോമ്പീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ധാരാളം കൂടുകയും ചെയ്തു. അതിനനുസരിച്ചിട്ട് അവർക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം വരികയും ചെയ്തു. അപ്പോൾ ഡിമാൻഡ് കൂടുതലും അതിനനുസരിച്ച് സപ്ലൈ കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായിരിക്കും, ഈ ഗുഡ്സിൻ്റെ പ്രൈസ് അല്ലേ, അത് നേച്ചുറലിയാണ്, പ്രൈസ് എന്തായാലും കൂടും. അപ്പോൾ ഡിമാൻഡ് വളരെ ഉണ്ട്, സപ്ലൈ വളരെ കുറച്ചേ ഉള്ളൂ വെച്ചെങ്കിൽ അത് നേച്ചുറലി അവിടെ ആ കമ്മോഡിറ്റിയുടെ വില വർധനവിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ കമ്മോഡിറ്റിയുടെ വില കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഏത് കുറയും സ്റ്റോറുകൾക്ക്. അപ്പോൾ ഈ വലിയ വില കൊടുത്തിട്ട് വേണം ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോറും പർച്ചേസ് ചെയ്യാനായിട്ട്, എന്നിട്ട് ആ ഗുഡ്സാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് കുറയുന്നതിനത് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റോറുകളെല്ലാം ചേർന്ന ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ദേ സ്ലോലി റിയലൈസ്ഡ് ദ നീഡ് ഫോർ എ സെൻട്രൽ ബൈയിങ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു സർക്കംസ്റ്റാൻസസ് ആണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ഇംഗ്ലണ്ടിൽ രൂപീകരിക്കുന്നതിലേക്ക് വഴിവെച്ചത്. അപ്പോൾ 1864 മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ അവരൊരു കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറ് സ്ഥാപിച്ചു. അപ്പോൾ 1864 മാഞ്ചസ്റ്ററിൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറ് ആരംഭിച്ചപ്പോൾ തുടങ്ങി തന്നെ അവർ ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ പടി അവരെ ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഇ നീൽസ് അവരും ഇങ്ങനെ ഒരു ഏജൻസി, അതായത് ഒരു സെൻട്രലൈസ്ഡ് ബൈയിങ് ഏജൻസി ആവശ്യമാണ് എന്നുള്ളത് അവരും അതിനെക്കുറിച്ചിട്ട് ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകൾ ഇതുപോലെ ഒരു ഏജൻസി രൂപീകരിക്കുന്നതിൻ്റെ ആശയം അവരെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1850 മുതൽക്ക് തന്നെ അവർ ഇത്തരത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് ബൈയിങ് ഏജൻസിയുടെ രൂപീകരണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ എങ്ങനെയോ മറ്റോ അതൊന്നും തന്നെ മെറ്റീരിയലൈസ് ആയില്ല, അല്ലെങ്കിൽ അതൊന്നും തന്നെ അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല.
കാരണം അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ്. സാധാരണ ഈ ഒരു എല്ലാ കൺസ്യൂമർ സ്റ്റോറുകളും ഈ ഒരു ആക്ടിന് കീഴിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ് എല്ലാ സ്റ്റോറുകളും രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ ആ സ്റ്റോറിൽ ഇങ്ങനെ ആ ഒരു സൊസൈറ്റീസ് ആക്റ്റിൽ ഇങ്ങനെ സ്റ്റോറുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫെഡറൽ സൊസൈറ്റി രൂപീകരിക്കുന്നതിനുള്ള ഒരു പ്രൊവിഷൻ ആ ഒരു നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് ഈ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റിൻ്റെ ഒരു ശ്രമഫലമായിട്ട് അവരുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു നിയമമായിരുന്നു. അതിന് കീഴിലാണ് പിന്നീട് എല്ലാ കൺസ്യൂമർ സ്റ്റോറുകളും ഇംഗ്ലണ്ടിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റോറുകളുടെ എല്ലാം തന്നെ അവർക്കെല്ലാം കൂടെ ഒരു ഫെഡറൽ സൊസൈറ്റി രൂപീകരിക്കുന്നതിന് വേണ്ട പ്രൊവിഷൻ ഈ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്റ്റിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് 1864 അവരെ ഈ ഒരു ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവന്നു. അത് അവരെ അമെൻമെൻറ്റ് ചെയ്തു. ദെൻ അത് അമെൻമെൻറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ പിന്നെ അവർ എന്നിട്ട് ഇതിൽ ഈ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫെഡറേഷൻ അത് രൂപീകരിക്കുന്നതിനുള്ള വ്യവസ്ഥ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു അമെൻമെൻറ്റ് ആ ഒരു നിയമത്തിൽ അവർ കൊണ്ടുവന്നു. ദെൻ ഇമ്മീഡിയറ്റ്ലി എ കോൺഫറൻസ് ഓഫ് ദ പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ വാസ് ഹെൽഡ്. അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കോൺഫറൻസ് പ്രൈമറി സ്റ്റോറുകളുടെ കോൺഫറൻസ് നടത്തുകയും അതിലെ ഹോൾസെയിൽ സ്റ്റോർ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിച്ചേരുകയും ചെയ്തു. അക്കോർഡിംഗ്ലി ദേ ഫോംഡ് എ ഹോൾസെയിൽ സ്റ്റോർ. അപ്പോൾ എല്ലാ പ്രൈമറി സ്റ്റോറുകളും അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് അവരൊരു ഹോൾസെയിൽ സ്റ്റോറ് രൂപീകരിക്കുകയും ചെയ്തു. അതായത് നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡിപ്പോട്ട്സ് ആയിരുന്നു ആ ഹോൾസെയിൽ സ്റ്റോർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 1863 നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡിപ്പോട്ട് അവരെ രജിസ്റ്റർ ചെയ്യുന്നത്. എല്ലാ പ്രൈമറി സ്റ്റോറുകൾ ആ ഒരു ഏരിയയിലുണ്ടായിരുന്ന എല്ലാ പ്രൈമറി സ്റ്റോറുകളെയും അഫിലിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സൊസൈറ്റി അവരെ രൂപീകരിക്കുന്നത്. ദെൻ അവരവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 14 മാർച്ച് 1864 അതുപോലെ തന്നെ 1867 അവരവരുടെ അതിൻ്റെ പേര് മാറ്റിയിട്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്നുള്ള പേര് അവരെ സ്വീകരിക്കുന്നത്. അപ്പോൾ ആദ്യം 1863 നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡിപ്പോട്ട് എന്നുള്ള പേരിലാണ് എല്ലാ പ്രൈമറി ആ ഒരു നോർത്ത് ഓഫ് ഇംഗ്ലണ്ടിൽ വരുന്ന എല്ലാ ആ ഒരു ഏരിയയിൽ വരുന്ന എല്ലാ പ്രൈമറി സ്റ്റോറുകളും അതിലെ മെമ്പേഴ്സായിരുന്നു. 1867 അവരെ പേര് മാറ്റിയിട്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്നാക്കി മാറ്റുകയും ചെയ്തു. പിന്നെ ഈ ഒരു ഹോൾസെയിൽ സ്റ്റോറിൻ്റെ ഈ ഒരു എന്താ പറയുക ഫോർമേഷൻ ഉണ്ടല്ലോ, അത് കൺസ്യൂമർ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ. അപ്പോൾ അവരെ ഹോൾസെയിൽ സ്റ്റോറ് അതിനുശേഷം അഗ്രികൾച്ചറൽ ഗുഡ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സൊക്കെ ലാർജ് സ്കെയിൽ ബേസിൽ അവരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അവരെ ഫാക്ടറീസൊക്കെ കോപ്പറേറ്റീവ് ബേസിൽ രൂപീകരിച്ചു. ഇപ്പോൾ ബിസ്ക്കറ്റും സ്വീറ്റ്സും ക്യാൻഡിൽസും വാഷിംഗ് പൗഡർ തുടങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി കോപ്പറേറ്റീവ് ബേസിൽ അവരെ ഫാക്ടറികളൊക്കെ രൂപീകരിച്ചു. അതുപോലെ ഈ ഫാക്ടറീസ് എല്ലാം തന്നെ മോഡേൺ ടെക്നിക് മെഷീനറീസും അതുപോലെ തന്നെ ടൂൾസൊക്കെ ആയിട്ടുള്ള ഫാക്ടറികളാണ് അവരെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രൊഡക്ഷനൊക്കെ നടത്താനായിട്ട് സാധിച്ചു. അപ്പം അങ്ങനെ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗുഡ്സൊക്കെ ലാർജ് സ്കെയിൽ ബേസിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവരെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ സൊസൈറ്റി. അതിന് പുറമെ അവരെ പ്ലാന്റേഷൻ ക്രോപ്സും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1879 അവരെ
ഒരു ഷിപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ചീപ്പർ റേറ്റിലെ ഗുഡ്സ് ലഭിക്കുന്ന സമയത്ത് അതൊക്കെ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷിപ്പ് ഈ ഒരു ഹോൾസെയിൽ സ്റ്റോറ് പർച്ചേസ് ചെയ്തു. അതുപോലെ തന്നെ 1889 അവർ കോപ്പറേറ്റീവ് ഡയറി സ്റ്റാർട്ട് ചെയ്തു. 1900 ബാക്കൻ ഫാക്ടറീസ്, പന്നികളെയൊക്കെ വളർത്തുന്നതിനുള്ള ഫാക്ടറീസ്, അത് പന്നിയിറച്ചിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ ബാക്കൻ ഫാക്ടറീസ് അവർ തുടങ്ങി. അതുപോലെ 1913 അവർ സിലോണിലെ ഒരു ടീ എസ്റ്റേറ്റ് പർച്ചേസ് ചെയ്തു. 1957 സബ്സിഡിയറി സൊസൈറ്റി, അതായത് കോപ്പറേറ്റീവ് റീറ്റെയിൽ സർവീസ് ലിമിറ്റഡ് ഓർഗനൈസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ അത് ഇല്ലാത്ത, അതിൻ്റെ ബ്രാഞ്ചസ് ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും അവർ ഈ റീറ്റെയിൽ സ്റ്റോറ് സ്ഥാപിച്ച് അതിലൂടെ എന്തു കൊടുത്തു തുടങ്ങി, ആളുകൾക്ക് അവരിലെ മെമ്പേഴ്സിനെ സാധനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് റീറ്റെയിൽ സർവീസ് ലിമിറ്റഡ് അവരെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഈ ഒരു CWSൻ്റെ ബ്രാഞ്ചുകൾ ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും അവർ റീറ്റെയിൽ സ്റ്റോറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇതിലെ വന്നിട്ടുണ്ട്. കൺസ്യൂമർ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഹോൾസെയിൽ സൊസൈറ്റിയുടെ രൂപീകരണം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവരെ റീറ്റെയിൽ സ്റ്റോറ്, ഇപ്പോൾ നമുക്കറിയാം ഹോൾസെയിൽ സ്റ്റോറിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്ത് വരുന്ന എല്ലാ പ്രൈമറി സ്റ്റോറുകളുമാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോറുകളാണ് അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിൽ സ്റ്റോറിൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ റീറ്റെയിൽ സ്റ്റോറ് അവരുടെ ഡെലഗേറ്റ്സിനെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ നമ്പർ ഓഫ് ഡെലഗേറ്റ്സിനെ ഫിക്സ് ചെയ്തിരുന്നത് ഓരോ പ്രൈമറി സ്റ്റോറിൻ്റെയും ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡെലഗേറ്റ്സിൻ്റെ എണ്ണം അവരെ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ എടുത്തിരുന്നത്. ഈ ഹോൾസെയിൽ സ്റ്റോറിൻ്റെ മാനേജ്മെൻറ്റ് ഡയറക്ടർ ബോർഡാണ് ചെയ്തിരുന്നത്. ഈ ഡയറക്ടർ ബോർഡിനെ ഈ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് തിരഞ്ഞെടുത്തിരുന്നത്. അതുപോലെ തന്നെ ബോർഡ് ഓരോ ഫാക്ടറീസിലും ഡിപ്പാർട്ട്മെൻറ്റിലും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സിനെയൊക്കെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് പ്ലേസുകളിൽ ഇവർക്ക് പർച്ചേസിങ് ഏജൻസീസിനെ ഇവരെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോൾസെയിൽ സ്റ്റോർ. അപ്പോൾ ഈ ഹോൾസെയിൽ സ്റ്റോറിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സ് ബൾക്കായിട്ട് വാങ്ങിയിട്ട് അത് അഫിലിയേറ്റഡ് പ്രൈമറി സ്റ്റോറുകൾക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നു ഇവരുടെ ഒരു പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രൈമറി സ്റ്റോറും ഇൻഡിവിജ്വലായിട്ട് എന്താ പറയുക, പ്രൈവറ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരുപാട് ഡിഫറെൻ്റ് പ്രൈമറി സ്റ്റോറിൻ്റെ ഏജൻറ്റുമാർ വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്രൗഡ് ആവുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വില കൂടുകയും ചെയ്യുമായിരുന്നു ആർട്ടിക്കിൾസിൻ്റെ. അപ്പോൾ ഇവിടെ ഇതൊരു ഇപ്പോൾ ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനാണ്. അവരെ ബൾക്കായിട്ട് കൺസ്യൂമർ ഗുഡ്സ് അവരെ പ്രൊക്യൂർ ചെയ്യും, എന്നിട്ട് അഫിലിയേറ്റഡ് പ്രൈമറി സ്റ്റോറുകൾക്ക് അവരെ അത് കൊടുക്കുകയും ചെയ്യും. അതിന് പുറമെ ഈ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റീസ് അവർ മാനുഫാക്ചറിങ് നടത്തിയിരുന്നു. നമ്മൾ പറഞ്ഞതാണ്, അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് മോഡേൺ മെഷീനറീസും ടൂൾസും ഒക്കെ ഉള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ഫാക്ടറീസ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സ്വന്തം ഫാക്ടറിയിൽ അവരുടെ റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു സബ്സ്റ്റാൻഷ്യൽ പോർഷനും അവർ സ്വന്തം ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഏകദേശം ഒരു 200ഓളം മേജർ പ്രൊഡക്ഷൻ യൂണിറ്റ്സുകൾ തന്നെ ഈ ഒരു CWSന് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ലാർജസ്റ്റ് കോപ്പറേറ്റീവ് പ്രൊഡക്ഷൻ ഓർഗനൈസേഷനാണ് ഈ ഒരു കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയിലെ വരുന്നത്. നമുക്കിതിലെ പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള EV നീലയാണ് ഇങ്ങനെ ഒരു ഫെഡറൽ ടൈപ്പിലുള്ള ഒരു ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതിനെ ആ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവർ 1862 ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തു. അപ്പോൾ അത് ഭേദഗതി ചെയ്തതോടുകൂടെ ഈ പ്രൈമറി സ്റ്റോറുകളുടെ ഒരു ഫെഡറൽ സൊസൈറ്റി രൂപീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനം അവിടെ വരികയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിലുള്ള എല്ലാ പ്രൈമറി സ്റ്റോറുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു സെൻട്രലൈസ്ഡ് ബൈയിങ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി രൂപീകരിച്ചു. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയാണ്. SCWS സ്കോട്ടിഷ് ആണ്. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. അപ്പോൾ 1864 പ്രൈമറി റീറ്റെയിൽ സ്റ്റോറുകളുടെ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. പക്ഷേ ഈ ഒരു നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വെസ്റ്റ്, അതായത് സ്കോട്ട്ലാൻഡിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിലുള്ള സൊസൈറ്റീസിൻ്റെ റിക്വയർമെൻറ്റ്സ് അത് കാറ്റർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ആർക്ക് സാധിച്ചിരുന്നില്ല? ഈ ഒരു നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സാധിച്ചിരുന്നില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് 1867 അവരെ മറ്റൊരു കോൺഫറൻസ്, പ്രൈമറി സ്റ്റോറുകളുടെ തന്നെ മറ്റൊരു കോൺഫറൻസ് വിളിച്ചു ചേർക്കുകയും അതിൻ്റെ ആ ഒരു കോൺഫറൻസിൽ നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ ഈ സ്കോട്ടിഷ് മെമ്പർ സൊസൈറ്റീസ് ഉണ്ടല്ലോ അവരുടെ ഷെയറുകൾ നൽകിക്കൊണ്ട് ഒരു സ്കോട്ടിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിന് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വെസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡിലുള്ള പ്രൈമറി സ്റ്റോറുകളുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന്, അത് പൂർത്തീകരിക്കുന്നതിന് ഈ ഒരു സൊസൈറ്റിക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു 1867 അവരൊരു കോൺഫറൻസ് വിളിച്ച് ചേർക്കുകയും ദെൻ ഈ ഒരു ആ ഒരു സ്കോട്ടിഷ് മെമ്പർ സൊസൈറ്റീസിൻ്റെ ഷെയർസ് നൽകാമെന്ന് പറയുകയും അവർ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറഞ്ഞ് അവരൊരു സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഷെയറുകൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ആര് പറഞ്ഞു? ഹോൾസെയിൽ കോപ്പറേറ്റീവ്, നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് 1868 സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി അവരെ രജിസ്റ്റർ ചെയ്തു. മെയ് മാസത്തിലാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത്. ദെൻ 18 സെപ്റ്റംബർ 1868 അവരവരുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സൊസൈറ്റി നമ്മുടെ എന്താ പറയുക, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയെ പോലെ തന്നെ ആ ഒരു സെയിം ഫൂട്ടിങ്ങിൽ തന്നെ ഇവരും വളരെയധികം ഡെവലപ്പ് ചെയ്യാണ് ഉണ്ടായത്. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെ അതിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു സൊസൈറ്റി റീറ്റെയിൽ ട്രേഡിങ്ങിലും കൂടെ എൻഗേജ് ചെയ്തിരുന്നു. അപ്പോൾ അവരെ ഹോൾസെയിൽ ട്രേഡിങ് മാത്രമല്ല റീറ്റെയിൽ ട്രേഡും കൂടെ ഇവരെ ചെയ്തിരുന്നു. ദെൻ അതിനുശേഷം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഇംഗ്ലണ്ടിലെ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം ഇവർ ഹോൾസെയിൽ മാത്രമല്ല റീറ്റെയിലും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോപ്പറേറ്റീവ് ടീ സൊസൈറ്റിയാണ്. കോപ്പറേറ്റീവ് ടീ സൊസൈറ്റി കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെയും സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെയും ജോയിൻ്റ് ഓണർഷിപ്പിൽ
രൂപീകരിച്ചിട്ടുള്ള ഒന്നാണ് കോപ്പറേറ്റീവ് ടീ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1976 ഈ ഒരു കോപ്പറേറ്റീവ് ടീ സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 മില്യൺ പൗണ്ടൊക്കെയാണ്. അതുപോലെ 5 മില്യൺ പൗണ്ട് അവർക്ക് റിസർവ് ഫണ്ട് വരുന്നുണ്ട്. 1 മില്യൺ പൗണ്ടോളം അവരുടെ ലോൺ ക്യാപിറ്റൽ വരുന്നുണ്ട്. അവരുടെ ആനുവൽ സെയിൽസ് എന്ന് പറയുന്നത് 25.5 മില്യൺ പൗണ്ടൊക്കെയാണ് അവരുടെ സെയിൽസ് വരുന്നത്. അപ്പം അത്രയും വലിയൊരു സംരംഭമാണ് CWSൻ്റെയും SCWSൻ്റെയും ജോയിൻ്റ് ഓണർഷിപ്പിൽ രൂപീകരിച്ചിട്ടുള്ള സൊസൈറ്റിയാണ്. അപ്പോൾ സൊസൈറ്റിയിൽ ഉൾപ്പെടുന്നത് ടീ ആൻഡ് കോഫി ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ടീ ആൻഡ് കോഫി ഇൻഡസ്ട്രിയാണ് ഈ ഒരു സൊസൈറ്റിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൊസൈറ്റിക്ക് സൗത്ത് ഇന്ത്യയിലും സിലോണിലൊക്കെ സ്വന്തമായിട്ട് പ്ലാന്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കോപ്പറേറ്റീവ് ടീ സൊസൈറ്റി. ദെൻ നെക്സ്റ്റ് നമുക്ക് CWSS വേഴ്സസ് SCWS നോക്കാം. നമുക്ക് ഈ കോപ്പറേറ്റീവ് ഹോൾ സൊസൈറ്റിയും സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾ സൊസൈറ്റിയും ഹോൾ സ്റ്റോറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആണെങ്കിലും രണ്ടും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് ഒരേ ആക്ടിന് കീഴിൽ തന്നെയാണ്. സെയിം ഒബ്ജക്റ്റീവ് തന്നെയാണ് രണ്ടിനും വരുന്നത്. അപ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ്, അപ്പോൾ ഈ ഒരു സിമിലാരിറ്റീസ് ഇതിനുണ്ട്. ഒരേ ആക്ടിന് കീഴിലുള്ള ഒരേ ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് CWSഉം SCWSഉം. അപ്പോൾ ഈ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ആക്ച്വൽ വർക്കിംഗ് ഈ രണ്ടിൻ്റെയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ ആക്ച്വൽ വർക്കിങ്ങിൽ വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയിലെ മെമ്പർ ആകുന്നതിന് പ്രത്യേകിച്ച് ലിമിറ്റേഷനൊന്നുമില്ല. മെമ്പർഷിപ്പ് ആർക്ക് വേണമെങ്കിൽ അവർക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ പറയാറ് കൺസ്യൂമർ ഹോൾസെയിൽ സൊസൈറ്റിയാണ്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയാണ്, പ്രൈമറി സ്റ്റോറുകളാണ് അതിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്. ചില ഘട്ടങ്ങളിൽ അവർ ഇൻഡിവിജ്വൽസിനും മെമ്പർഷിപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ മെമ്പർ ആകുന്നതിന് പ്രത്യേകിച്ച് ലിമിറ്റേഷനൊന്നുമില്ല. പക്ഷേ സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റീസിലെ എംപ്ലോയീസ് എബവ് ദ ഏജ് ഓഫ് 21 ഇയേഴ്സ് കനോട്ട് എൻറോൾഡ് ആസ് എ മെമ്പർ. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് മെമ്പറായിട്ട് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ലിക്വർ സൊസൈറ്റീസിനും ഇതിലേക്ക് പറ്റില്ല അല്ലേ. മദ്യം കഴിക്കുന്ന അങ്ങനെയുള്ള ലിക്വർ സൊസൈറ്റീസിനും അവരെന്ത് കൊടുത്തിരുന്നില്ല, അതിലെ മെമ്പേഴ്സായിട്ട് കൊടുത്തിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റികൾക്ക് മെമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, മെമ്പർഷിപ്പ് അവർ നൽകിയിരുന്നില്ല. പിന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CWSലെ വോട്ടിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി 500 മെമ്പേഴ്സിനാണ് അവർ ഒരു വോട്ട് അലൗ ചെയ്യുന്നത്. അപ്പോൾ വോട്ട് ഈസ് അലൗഡ് ഫോർ എവരി 500 മെമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ SCWS ആണെങ്കിൽ അവിടെ വോട്ടിംഗ് എന്ന് പറയുന്നത് 1500 പൗണ്ട്, 1500 പൗണ്ടിന് അത്രയും പൗണ്ടിനുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലേ ഒരു വോട്ട് കിട്ടും. അപ്പോൾ 1500 പൗണ്ട് അത്രയും ഗുഡ്സ്, അതിനുള്ള ഗുഡ്സ് വാങ്ങിയ ഒരു വോട്ട് കിട്ടും. പിന്നെ ജനറൽ മീറ്റിംഗ് നടന്ന ആദ്യത്തെ ക്വാർട്ടറിൽ 3000 പൗണ്ടിന് അഡീഷണൽ പർച്ചേസസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ ഒരു വോട്ടും കിട്ടും. അപ്പോൾ അവിടെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1500 പൗണ്ടിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോട്ട്. ഇനി അതിൻ്റെ ആ ഒരു ജനറൽ മീറ്റിംഗ് തുടങ്ങിയ ആ ഫസ്റ്റ് ക്വാർട്ടറിലെ 3000 പൗണ്ടിനുള്ള അഡീഷണൽ പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അഡീഷണൽ 1 വോട്ട് കൂടെ അവർക്ക് ലഭിക്കും. പക്ഷേ ഇവിടെ എവരി 500 മെമ്പേഴ്സിന് ഒരു വോട്ടാണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയിൽ വരുന്നത്. പിന്നെ ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിലാണ് CWSൽ കേട്ടോ. അപ്പോൾ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആണെങ്കിൽ അവിടെ ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ നോൺ മെമ്പേഴ്സിനും
പർച്ചേസ് ബോണസ് കൊടുക്കുന്നതാണ്. മെമ്പേഴ്സിന് മാത്രമല്ല നോൺ മെമ്പേഴ്സിനും പർച്ചേസ് ബോണസ് നൽകുന്നുണ്ട്. പക്ഷേ നോൺ മെമ്പേഴ്സിനെ പ്രോഫിറ്റിൻ്റെ പകുതി മാത്രമേ എന്തായിട്ട് കിട്ടുന്നുള്ളൂ, ബോണസ് ആയിട്ട് നൽകുകയുള്ളൂ. അപ്പോൾ പ്രോഫിറ്റിൻ്റെ 50%, അതായത് മെമ്പേഴ്സിന് കിട്ടുന്നതിൻ്റെ പകുതിയാണ് നോൺ മെമ്പേഴ്സിനെ ബോണസ് ആയിട്ട് വരുള്ളൂ. എന്നാൽ സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റീസിലെ ബോണസ് നൽകുന്നത് എംപ്ലോയീസിനെ വേജസിൻ്റെ മുകളിലാണ് ബോണസ് നൽകുന്നത്. വേജസിൻ്റെ മുകളിലാണ് ബോണസ് നൽകുക. പക്ഷേ ഈ ബോണസിൻ്റെ 50% അവരെ ബോണസ് ലോൺ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഓരോ മെമ്പേഴ്സിൻ്റെയും വേജസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോണസ് കൊടുക്കും. പക്ഷേ ആ ബോണസിൻ്റെ 50% എവിടേക്കാണ് പോകുന്നത്? ബോണസ് ലോൺ ഫണ്ടിലേക്കാണ് പോവുക. ഈ ബോണസ് ലോൺ ഫണ്ടിൽ നിന്ന് അത് എപ്പോഴാണ് കിട്ടുള്ളൂ? സൊസൈറ്റിയിലെ സർവീസസ് അവസാനിപ്പിച്ച് 3 മാസത്തിന് ശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ബോണസ് ലോൺ ഫണ്ടിൽ നിന്ന് അവർക്ക് പേയ്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബോണസ് മുഴുവൻ മെമ്പേഴ്സിന് കൊടുക്കുന്നില്ല, അതിൻ്റെ 50% അവർക്ക് കൊടുക്കും, 50% ബോണസ് ലോൺ ഫണ്ടിലേക്കും കൊടുക്കും. ഇപ്പോൾ സൊസൈറ്റിയുമായിട്ടുള്ള സർവീസസ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ അവർക്ക് ആ ഫണ്ട് അവർക്ക് കൊടുക്കുകയും ആ ബോണസ് ഫണ്ട് അവർക്ക് നൽകുകയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ മാനേജിംഗ് കമ്മിറ്റി, CWSൻ്റെ മാനേജിംഗ് കമ്മിറ്റീനെ രൂപീകരിക്കുന്നത് ജനറൽ മീറ്റിങ്ങിലാണ്. അവർ ജനറൽ മീറ്റിങ്ങിൽ എലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റീസിലെ മെമ്പേഴ്സാണ് മാനേജിംഗ് കമ്മിറ്റീനെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ വേരിയസ് സബ് കമ്മിറ്റീസിനെയും അവരതിൽ നിന്ന് തിരഞ്ഞെടുക്കും. അപ്പം ഇവിടെ CWSലെ മാനേജിംഗ് കമ്മിറ്റി ജനറൽ മീറ്റിങ്ങിൽ അവരെ മാനേജിംഗ് കമ്മിറ്റി, അതായത് ഡയറക്ടർ ബോർഡിനെ തിരഞ്ഞെടുക്കുന്നു. ആ ഡയറക്ടർ ബോർഡാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹോൾസെയിൽ സ്റ്റോറിൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ജനറൽ മീറ്റിങ്ങിലാണ് അത് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മാനേജിംഗ് കമ്മിറ്റീനെ മെമ്പേഴ്സാണ്, അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ വിവിധ സബ് കമ്മിറ്റികളെയും അവരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CWSലെ മെമ്പർ സൊസൈറ്റീസ് എവരി 5 മെമ്പേഴ്സിന് അവരെ 5 പൗണ്ടിൻ്റെ ഒരു ഷെയറുകൾ അവരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സൊസൈറ്റിയിലെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 1 ഷില്ലിങ്, ഓരോ സൊസൈറ്റിയും 1 ഷില്ലിങ് പെർ ഷെയർ അവരെ നൽകിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഷെയർ വാല്യൂ വരുന്നത് അങ്ങനെയാണ്. ഇനി സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആണെങ്കിൽ ഇപ്പോൾ ഇതിലെ മെമ്പേഴ്സ് ആകാനായിട്ട് ആഗ്രഹമുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യാം? 5 ഷെയർ അവരെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെ 5 ഷെയർ വാങ്ങിയിട്ടാണ് അതിലെ മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. അതിലെ 1 ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 1 ഷില്ലിംഗ് ആണ്. അപ്പോൾ 1 ഷില്ലിംഗ് ആണ് 1 ഷെയറിൻ്റെ വില. അങ്ങനെയുള്ള 5 ഷെയർ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഒരാൾ അതിലെ അംഗമാകുന്നത് സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറിലെ. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 ഷില്ലിംഗ് പെർ ഷെയർ അവരെ അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എവരി മെമ്പർ ദ ഷെയർ വാല്യൂ ₹1 പൗണ്ടാണ്. അപ്പോൾ 1 പൗണ്ടാണ് ഓരോ മെമ്പേഴ്സിൻ്റെയും ഷെയർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയർ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് CWSൻ്റെയും അതുപോലെ തന്നെ SCWSൻ്റെയും ഡിഫറൻസസ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കോപ്പറേറ്റീവിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നായിരുന്നു കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റീസിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഫോർമേഷൻ മറ്റൊരു സ്റ്റേജായിരുന്നു കോപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇതാണ് അവർക്ക് വരുന്നത്. ഒന്ന് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയും പിന്നീട് ഒന്ന് സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. ഇങ്ങനെ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറുകളുടെ പേരിലാണ് ബ്രിട്ടൻ അറിയപ്പെട്ടിരുന്നത് തന്നെ. എന്നിരുന്നാൽ കൂടെ അവരെ മറ്റേ കൺസ്യൂമർ സർവീസസും ആര് പ്രൊവൈഡ് ചെയ്തിരുന്നു? ബ്രിട്ടനിൽ അവരെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതായത് റിസർവേഷൻ ഓഫ് സീറ്റ് ഇൻ സിനിമ തിയേറ്റർ, അതുപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഹോളിഡേ ട്രിപ്പ് അറേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള മറ്റേ കൺസ്യൂമർ സർവീസസും ആര് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു സൊസൈറ്റീസ് ചെയ്തിരുന്നു. അപ്പം ഇത്രയാണ് നമുക്കതിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം
നോക്കാം. റീസൺ ഫോർ ദ സക്സസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് സക്സസ് ആകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫാക്ടേഴ്സ് ലീഡിങ് ടു ദ സക്സസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ബ്രിട്ടൻ. അപ്പോൾ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഉപഭോക്തൃ സഹകരണ പ്രസ്ഥാനമാണ് അവിടെ വരുന്നത്. അതിൻ്റെ വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇംഗ്ലണ്ടിലാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത് ആൻഡ് അച്ചീവ്ഡ് ഗ്രാൻഡ് സക്സസ്. അതൊരു ഗ്രാൻഡ് സക്സസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. അതേസമയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു മൂവ്മെൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും അതത്ര വിജയകരമായിരുന്നില്ല. അപ്പം നമുക്കറിയാം ഈ ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു എക്കണോമിക് സിസ്റ്റം ആയിരുന്നു. പ്രത്യേകിച്ചും ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും അതുപോലെ തന്നെ മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഇതിൻ്റെയൊക്കെ ആ ഒരു ഈവിൾസ് ഓവർകം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് രൂപീകരിച്ചത്, ഈ ഒരു കൺസ്യൂമർ സ്റ്റോറുകൾ അവരെ രൂപീകരിച്ചത് അല്ലേ. നമ്മൾ കണ്ടതാണ് ഓൾറെഡി. ഇൻഡസ്ട്രിയലൈസേഷനും മെക്കനൈസേഷനും ഒക്കെ വന്നതോടുകൂടെ അല്ലേ, ഈ അഗ്രികൾച്ചറിലെ മെക്കനൈസേഷനൊക്കെ വന്നതോടുകൂടെ അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ലോ ഫാമിലി ഇൻകം, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഉള്ള ഒരു ഓൺലി സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് അവരെ ലോവസ്റ്റ് റേറ്റിൽ കൺസ്യൂമർ ആർട്ടിക്കിൾസ് ഒക്കെ സപ്ലൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കൺസ്യൂമർ സ്റ്റോർ അവരെ രൂപീകരിക്കുന്നത്. അതുപോലെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിലെ വളരെ കുറച്ച് കൺസ്യൂമർ ആർട്ടിക്കിൾസ് വെച്ചുകൊണ്ടാണ് ആ ഒരു റോക്ക്ഡെയിൽ പൈനിയർ ഇക്വിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുന്നത്. അതൊരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. ദെൻ അതിനുശേഷം നമ്പർ ഓഫ് ഐറ്റംസ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരൊരുപാട് സ്റ്റോറുകളൊക്കെ രൂപീകരിച്ചു. പിന്നീട് മാനുഫാക്ചറിങ് അവരെ സ്റ്റാർട്ട് ചെയ്തു. കൺസ്യൂമർ സ്റ്റോറിൻ്റെ ആ ഒരു വിജയം അവരുടെ ഫോളോവേഴ്സിന് ഒരുപാട് മോട്ടിവേഷനൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ റവല്യൂഷൻ്റെ ഒരു എഫക്റ്റീവ് വെപ്പണായിട്ട് മാറി, ഈ കൺസ്യൂമർ മൂവ്മെൻറ്റ് മാറി. അപ്പം നമുക്ക് നോക്കാം ഇംഗ്ലണ്ടിലെ ഈ ഒരു കൺസ്യൂമർ സ്റ്റോർ മൂവ്മെൻറ്റിനെ പ്രത്യേകിച്ച് അച്ചീവ്മെൻ്റ് ഒക്കെ ലഭിക്കുന്നതിനുള്ള ആ ഒരു ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സക്സസ്സിന് കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നമ്മൾ കണ്ടു, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറൊക്കെ വന്നതോടുകൂടെ മിഡിൽ മാനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ മിഡിൽ മാനെ എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമേഴ്സിന് ലോവർ റേറ്റിൽ ഗുഡ്സ് ലഭിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ആളുകളുടെ റിഡ്യൂസ് ചെയ്യുന്നതിന് ഇത് സഹായിച്ചു. അതൊരു ഇതായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം പ്രൈമറി സ്റ്റോറുകളുടെ ഒരു കൂട്ടായ ഇതിൻ്റെ അതായിട്ടാണ് സെൻട്രലൈസ്ഡ് കൺസ്യൂമർ സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്നു, കൊടുക്കുന്നു പ്രൈമറി സ്റ്റോറുകൾക്ക്. അതുപോലെ പ്രൈമറി സ്റ്റോറുകൾ ലോവർ റേറ്റിലാണ് കൺസ്യൂമർ ആർട്ടിക്കിൾസ് അതിലെ മെമ്പേഴ്സിനെ നൽകിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ ലോവർ റേറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? മിഡിൽമാൻ്റെ അഭാവമാണ്. അപ്പോൾ അതൊരു സക്സസ്സിനുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രിയാണ്. അവിടുത്തെ മെജോറിറ്റി പീപ്പിൾസും വേജ് ഏണേഴ്സ് ആണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു കൺസ്യൂമർ സ്റ്റോറിൻ്റെ ഗ്രോത്തിന് സഹായകമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെയിലി വേജ് ഏണേഴ്സ് ആണ് മെജോറിറ്റി പീപ്പിളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡെയിലി ഫീഡിന് വേണ്ടിയിട്ട് അതിനെയാണ് ഈ ഒരു സ്റ്റോറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ചെയ്യാൻ ഡെയിലി ഈ സ്റ്റോറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ ഒരു സക്സസ്സിന് കാരണമായിരുന്നു. പിന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറിൽ
പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് അവരെ ഉറപ്പാക്കിയിരുന്നു. എപ്പോഴും ആളുകൾക്ക് മെമ്പേഴ്സിന് തന്നെയാണ് അല്ലേ, മെമ്പേഴ്സ് തന്നെയാണ് അവരെ, മെമ്പേഴ്സിനും നോൺ മെമ്പേഴ്സിനും അവരെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെ എന്ത് ചെയ്തിരുന്നുണ്ട്, മായം ചേർക്കാത്ത നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിൽ അവരെ ഉറപ്പുവരുത്തിയിരുന്നു. അതും ഈ ഒരു കൺസ്യൂമർ സ്റ്റോർ സക്സസ്ഫുൾ ആകുന്നതിൻ്റെ ഒരു റീസൺ ആയിരുന്നു. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഗുഡ്സും ഈ ഒരു കൺസ്യൂമർ സ്റ്റോറിൽ ഡീൽ ചെയ്തിരുന്ന ഭൂരിഭാഗം ഗുഡ്സും അവരെ സ്വന്തം ഫാക്ടറികളിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറഞ്ഞ വില അതിനെ നിശ്ചയിക്കാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റീസ് അവരുടെ പ്രോഡക്റ്റിൻ്റെ 70% അവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള അവരുടെ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റിൻ്റെ 70% പ്രൈമറി സ്റ്റോറുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ മെമ്പേഴ്സ്, അപ്പോൾ പ്രൈമറി സ്റ്റോറിലുള്ള മെമ്പേഴ്സിന് അതിൻ്റെ ബെനഫിറ്റ് അവർക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്തിരുന്നു. പർച്ചേസ് ബോണസ് ഒക്കെ ആയിട്ട് അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതും എന്ത് തന്നെയാണ്, പ്രൈമറി സ്റ്റോറുകളിലെ ഒരു ലാർജ് മെമ്പർഷിപ്പൊക്കെ വരുന്നതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഈ ഒരു പർച്ചേസ് ബോണസ് ഒക്കെയാണ്. അതും ഈ ഒരു കൺസ്യൂമർ സ്റ്റോർ വിജയിക്കുന്നതിൻ്റെ കാരണമായിട്ടുണ്ട്. കാരണം ഈ ഒരു കൺസ്യൂമർ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കൺസ്യൂമർ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും, പർച്ചേസ് ബോണസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾ ഇതിൽ നിന്ന് പർച്ചേസൊക്കെ ചെയ്യും. അപ്പോൾ അതും അതിൻ്റെ ഒരു ഇതായിരുന്നു. പിന്നെ വരുന്നത് കോപ്പറേറ്റീവ് സ്റ്റോറ് ബെറ്റർ കണ്ടീഷൻ ഓഫ് വർക്കൊക്കെ അവരെ നൽകിയിരുന്നു. അതുപോലെ തന്നെ ധാരാളം സെവറൽ അമ്യൂണിറ്റീസ് ഒക്കെ അവരെ കൊടുത്തിരുന്നു. ഇപ്പോൾ സാധാരണ മെജോറിറ്റി പ്രൈവറ്റ് കൺസേണിലും വളരെ റയറായിട്ട് മാത്രമേ ഇങ്ങനെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷനും അതുപോലെ തന്നെ അമ്യൂണിറ്റീസ് ഓഫ് ലൈഫൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സ്റ്റോറുകൾ ഇതൊക്കെ അവരെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയൻ ഈ ഒരു സൊസൈറ്റിയുമായിട്ട് വളരെ ഫ്രണ്ട്ലി ടേംസിലായിരുന്നു. അപ്പോൾ ട്രേഡ് യൂണിയൻ എപ്പോഴും വർക്കേഴ്സിൻ്റെ ബെനിഫിറ്റിനെ ആക്കുന്നതാണല്ലോ. അപ്പോൾ അവർക്ക് നല്ല എന്താ പറയുക വർക്കിംഗ് കണ്ടീഷനും അതുപോലെ സൗകര്യങ്ങൾ ധാരാളമായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ സക്സസ്ഫുള്ളിനൊരു കാരണമായിരുന്നു. പിന്നെ പറയുന്നത് വർക്കേഴ്സിന് അവരുടെ വർക്കിംഗ് ക്ലാസ് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബിസിനസ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു റിയലിസ്റ്റിക് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഇതിലൂടെ ലഭിച്ചിരുന്നു. കാരണം അവർ ഈ ഒരു കൺസ്യൂമർ സ്റ്റോറുകളുടെ ഷെയർസൊക്കെ പർച്ചേസ് ചെയ്യുന്നത് വഴി അവരും അതിലെ ഒരു ഭാഗമാകുകയാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു ഷെയർ പർച്ചേസ് ചെയ്യുന്നത് വഴി ഈ വർക്കിംഗ് ക്ലാസ് കൺസ്യൂമേഴ്സും ഇതിൻ്റെ ഒരു ഭാഗമായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരും ഈ ഒരു ഗ്രോത്ത് ഓഫ് ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മൂവ്മെൻറ്റ്സിലെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു സൊസൈറ്റീസും. കാരണം അവരെ ആ ഒരു വർക്കിംഗ് ക്ലാസ് അവർ സ്വയം ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. ഇപ്പോൾ ആ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് അത് അവരുടെ ആ ഒരു സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു ഇതായിട്ടാണ് അവരെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സ്വന്തം ഓർഗനൈസേഷനായിട്ടാണ് ഈ സ്റ്റോറുകളെ അവരെപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് അവരതിലേക്ക് നൽകിയിരുന്നു. ഇതും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലോയൽറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബെനഫിറ്റ് അല്ലെങ്കിൽ മറ്റൊരു ലീഡിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിലെ ഈ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ധാരാളം ഫണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ബിസിനസ് നടത്തണമെങ്കിൽ നമുക്ക് ഒരു ഹ്യൂജ് ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ കൺസ്യൂമർ സ്റ്റോറുകൾക്ക് ഇപ്പോൾ ബ്രിട്ടനിലെ കൺസ്യൂമർ സ്റ്റോറുകൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരുന്നു. ധാരാളം ഫണ്ട് അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു സ്റ്റോർ ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ സേവിങ്സ് ബാങ്കും കൂടെ അവരെ കമ്പൈൻ ചെയ്തിട്ടാണ് പോയിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ ചെറിയ ചെറിയ സേവിങ്സുകളൊക്കെ അവർ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതും ഈ ഒരു സ്റ്റോർ മൂവ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസിനെ ധാരാളമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റോർ ആക്ടിവിറ്റീസിൻ്റെ ഒപ്പം തന്നെ സേവിങ്സ് ബാങ്കും കൂടെ ആയിട്ട് അവർ അതും കൂടെ ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ധാരാളം ഫണ്ട് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ടേജ് ഓഫ് ഫണ്ട് എന്നുള്ളൊരു സംഭവമേ അവർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതും കൺസ്യൂമർ സ്റ്റോർ മൂവ്മെൻറ്റിൻ്റെ ഒരു ഗ്രേറ്റ് അഡ്വാൻറ്റേജസിന് കാരണമായിട്ടുണ്ട്. പിന്നെ ഇതിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സ് പ്രവർത്തിച്ചിരുന്നത് ഓൾ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഒരിക്കലും അവരുടെ സ്വന്തം താല്പര്യങ്ങളോ അതുപോലെ തന്നെ അതൊന്നും അവർ കൺസിഡർ ചെയ്തിരുന്നേ ഇല്ല. അവരൊരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് കൾട്ടിവേറ്റ് ചെയ്യുക, ആ ഒരു സ്പിരിറ്റോടു കൂടെ അവർ ജോയിൻ്റ് ആക്ഷനായിട്ട് ജോയിൻ്റ്ലിയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അതും ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും സെൽഫിഷ്നെസ്സും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് മൊത്തം കമ്മ്യൂണിറ്റിക്കും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. അപ്പം അതും ഇതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിച്ചിരുന്നു. അതും ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പിന്നെ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോക്ക്ഡെയിൽ പൈനിയർ സൊസൈറ്റി ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അവർ കോപ്പറേറ്റീവ് സ്കൂളുകളും കോളേജസും ലൈബ്രറീസും ലെക്ചേഴ്സും അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ അവർ ഇതിൻ്റെ ഭാഗം പാർട്ട് ടൈം ആയിട്ട് അതൊക്കെ നൽകിയിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻസ് അവർ കൊടുത്തിരുന്നു. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ മാത്രമല്ല, അതുപോലെ തന്നെ ജനറൽ എഡ്യൂക്കേഷനും ടെക്നിക്കൽ എഡ്യൂക്കേഷനും കൂടെ അവർ കൊടുത്തിരുന്നു. ഒപ്പം കോർപ്പറേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം കോർപ്പറേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്, അല്ലേ? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്. അതാണ് കോർപ്പറേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം അതിനെ കൂടെ ആരെ ബോധവാന്മാരാക്കിയിരുന്നു? ആളുകളെ ബോധവാന്മാർ ആക്കിയിരുന്നു. അപ്പം അതിന് വേണ്ട വിദ്യാഭ്യാസം അവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതിൻ്റെ സക്സസ്ഫുള്ളിനെ ഒരു കാരണമായിരുന്നു. അപ്പോൾ കൺസ്യൂമർ സ്റ്റോറിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്, സ്ട്രിക്റ്റ് അഡിഹറൻസ് ടു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അവർ തയ്യാറാക്കി, അവർ പറഞ്ഞിരുന്ന ആ ഒരു സഹകരണ തത്വങ്ങൾ വളരെ കർശനമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഈ സ്റ്റോറുകളെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നത്. അത് അവരുടെ സക്സസ്സിന് ഒരു കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ ഈ ഒരു ഇപ്പോൾ ഇംഗ്ലണ്ടിലെ കൺസ്യൂമർ സ്റ്റോറിൻ്റെ സക്സസ്സിലെ ഒരു വലിയ പങ്ക് സ്ത്രീകൾ വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുഡ്സും ഒക്കെ പർച്ചേസ് ചെയ്തിരുന്നത് സ്ത്രീകളാണ് അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ പുരുഷന്മാരെക്കാളും അവർക്ക് ഈ ഗുഡ്സിൻ്റെ പ്രൈസ്, ക്വാളിറ്റി ഇതിനെക്കുറിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ ഫെമിലിയർ, അവരാണ് കൂടുതൽ അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടനിലെ ഈ വുമൺ ഗിൽഡ്സും ഏതിനെ സഹായിച്ചിട്ടുണ്ട്? കൺസ്യൂമർ സ്റ്റോറിൻ്റെ സക്സസ്സിനെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ there were good leadership and efficient and effective management to control and coordinate all the activities of stores. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, ഇതും ഈ ഒരു സ്റ്റോറിൻ്റെ ഗ്രാൻഡ് സക്സസ്സിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഘടകമാണ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഹോൾസെയിൽ സ്റ്റോറൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടർ ബോർഡിനെ തീരുമാനിക്കുന്നു. ഡയറക്ടർ ബോർഡ് ഓരോ ഫാക്ടറീസിനും ഓരോ സ്റ്റോറിനും പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വൈഡ് പവേഴ്സും അവരെ നൽകുന്നുണ്ട്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സാണ് അവർക്ക് സെൽഫായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരവും അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റോർ വളരെയധികം എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ കാര്യക്ഷമമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സ്റ്റോറുകളിൽ നടന്നിരുന്നു. അതും ഇതിൻ്റെ സക്സസ്സിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്
ഈ ഒരു സ്റ്റോറിൻ്റെ വിജയത്തിന് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ വർ ഏബിൾ ടു എലിമിനേറ്റ് ദ മിഡിൽ മെൻ, സോ കൺസ്യൂമേഴ്സ് ഗെറ്റ് ഗുഡ്സ് അറ്റ് എ ലോവർ റേറ്റ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ റിഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ മെജോറിറ്റി ഓഫ് ദ പീപ്പിളും ഡെയിലി വേജസ് അല്ലേ, ഡെയിലി വേജ് ഏണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ സ്റ്റോറിനെയാണ് ഡെയിലി ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ ഇവരെ സപ്ലൈ ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ് അതവരെ എൻഷുർ ചെയ്തിരുന്നു. പിന്നെ മോസ്റ്റ് ഓഫ് ദ ഗുഡ്സും അവരെ സ്വന്തമായിട്ട് ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ലോ പ്രൈസ് അവർക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് സെവറൽ അമ്യൂണിറ്റീസ് ഓഫ് ലൈഫ് അവരെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയൻസ് വളരെ ഫ്രണ്ട്ലി ടേംസിലായിരുന്നു ഇവരോട്. പിന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഒരുപാട് മെറ്റീരിയൽ അസിസ്റ്റൻസ് ഒക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓർഗനൈസ്ഡ് ലേബർ യൂണിയൻസിനൊക്കെ അവർ നൽകിയിരുന്നു. ഇപ്പോൾ ലേബർ യൂണിയനുകളൊക്കെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷനൊക്കെ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു അതാണ് യൂണിയനാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ അസിസ്റ്റൻസ് ഒക്കെ ഇവരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കിംഗ് ക്ലാസ് കൺസ്യൂമേഴ്സിനെ ഇപ്പോൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള റിയലിസ്റ്റിക് ഓപ്പർച്യൂണിറ്റീസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസ്യൂമർ സ്റ്റോറിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്തുകൊണ്ട് അവർക്കും ആ സ്റ്റോറിലെ മെമ്പേഴ്സ് ആകാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ വർക്കിംഗ് ക്ലാസ് കൺസ്യൂമേഴ്സും അവരുടെ ഓൺ ഓർഗനൈസേഷനായിട്ടാണ് ഈ സ്റ്റോറുകൾ കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ സഹായങ്ങളും ഈ ഒരു സ്റ്റോറിന് അവരെ പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ വരുന്നത് സ്റ്റോർ ആക്ടിവിറ്റീസിനൊപ്പം അവരെ സേവിങ്സ് ബാങ്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആംബിൾ ഫണ്ട് അവർക്ക് ഉണ്ടായിരുന്നു, ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നില്ല. അതും ഒരു ഗ്രേറ്റ് അഡ്വാൻറ്റേജസ് ആയിരുന്നു ഒരു സ്റ്റോർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ മെമ്പേഴ്സ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യാതെ അവർ ഓരോ മെമ്പേഴ്സും എങ്ങനെയാണ് ഓൾ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അതും ഇത് സക്സസ്ഫുൾ ആകാനുള്ള ഒരു റീസണാണ്. പിന്നെ ഇവരെ എഡ്യൂക്കേഷൻ നൽകിയിരുന്നു. കോപ്പറേറ്റീവ് സ്കൂളുകളും കോളേജുകളും ലൈബ്രറീസും ലെക്ചേഴ്സും ക്ലാസ് റൂംസും ഒക്കെ വെച്ച് അവരെ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അതിലൂടെ കോപ്പറേറ്റീവിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പിനെ കുറിച്ചിട്ട് ആളുകളിൽ ബോധവാന്മാരാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. സോ അത് അത് സക്സസ് ആകുന്നതിന് ഒരു റീസൺ. പിന്നെ വുമൺസ് ഗിൽഡും ഈ ഒരു കൺസ്യൂമർ സ്റ്റോറിൻ്റെ സക്സസ്സിനെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എഫക്റ്റീവ് മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റ് വളരെയധികം ഫലപ്രദമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഈ ഒരു റീസൺ ഫോർ ദ സക്സസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഇംഗ്ലണ്ടിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞു, സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞു, കോപ്പറേറ്റീവ് ടീ സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയും സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ദെൻ റീസൺ ഫോർ സക്സസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഇംഗ്ലണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ സഹകരണ പ്രസ്ഥാനം നമുക്ക് ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലെ ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ഒറിജിൻ ഓഫ് ദ മൂവ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഏർലി എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഫ്രണ്ട്ലി സൊസൈറ്റി, ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ റോബർട്ട് ഓവനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ റോബർട്ട് ഓവനെ കുറിച്ചും പിന്നെ റോക്ക്ഡെയിൽ പൈനിയേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റോക്ക്ഡെയിൽ സൊസൈറ്റി, ഇക്വിറ്റബിൾ സൊസൈറ്റി, അതിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇതിലെ കോപ്പറേറ്റീവ് ഹോൾസെയിൽസ്, നമ്മൾ ഇതിലെ മെയിനായിട്ടും വരുന്നത് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. കോപ്പറേഷൻ്റെ ഫാദർ ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓവനാണ്.
പിന്നെ നമുക്ക് കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റിൻ്റെ ഹോംലാൻഡ് എന്നറിയപ്പെടുന്നത് നമുക്ക് ബ്രിട്ടനാണ്. ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്തൊരു ക്ലാസ്സിലെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.